നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ RC ബുക്കും എല്ലാം ഇനി മുതൽ ഡിജിറ്റൽ രൂപത്തിലാണ് ലഭിക്കുന്നതെന്ന് അറിയാമല്ലോ. ഇത് നമുക്ക് RC ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തായിരുന്നു. ഇത് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത്. പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തവർക്കും അതുപോലെ തന്നെ നേരത്തെ ലൈസൻസ് ഉള്ളവർക്കും ഈ ഡിജിറ്റൽ കാർഡ് ഇനി മുതൽ എടുക്കാവുന്നതാണ്. ഈ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ, പുതുതായിട്ട് അപ്ലൈ ചെയ്തവർക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ ഉപയോഗിച്ചാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. പഴയ കാർഡ് ഉള്ളവർക്ക് ആ ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ എടുക്കാം എന്നും ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നുണ്ട്. അപ്രകാരം നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നുകിൽ ഡിജിറ്റൽ രൂപത്തിൽ ഫോണിൽ സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു PVC കാർഡായോ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത കാർഡായോ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതുമാണ്. നിങ്ങളുടെ ഫോണിൽ പരിവാഹൻ.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് തുറക്കുക. അപ്പോൾ ഇതുപോലെ പോപ്പപ്പ് മെസ്സേജ് ഒക്കെ കയറി വരികയാണെങ്കിൽ അതങ്ങ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സൈഡിലത്തെ 3 വരകളിൽ പ്രസ് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എടുക്കുക. ഇവിടെ സ്റ്റേറ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ കേരള സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് മെസ്സേജ് വീണ്ടും വരുന്നതാണ്. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, അതങ്ങ് ക്ലോസ് ചെയ്യുക. ഇവിടെ ലൈസൻസ് മെനുവിൽ പ്രസ് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് പ്രസ് ചെയ്യുക. ഇവിടെ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്പർ പുതുതായി ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പഴയ ലൈസൻസ് എടുത്തവരുടെ കയ്യിൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കണ്ടെത്തണം. പുറകിലേക്ക് വരിക. ഇവിടെ ലൈസൻസ് മെനുവിൽ അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ളത് ഓപ്പൺ ആക്കുക. ഇവിടെ സെർച്ച് ക്രൈറ്റീരിയ എന്നുള്ള ഭാഗത്ത് DL നമ്പർ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ നിലവിൽ ഉള്ള ലൈസൻസിന്റെ ആ നമ്പർ കൊടുക്കുക. കാർഡിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ സ്പേസോ അങ്ങനെ കുത്തോ കോമയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് അവിടെ കൊടുക്കുക. ഉദാഹരണത്തിന് എൻ്റെത് KL 16 എന്നാണ് തുടങ്ങുന്നതെന്ന് കരുതുക. അപ്പോൾ KL കൊടുക്കുന്നു, അവിടെ സ്പേസ് ഇട്ടിട്ടാണ് കാർഡിനകത്ത് 16 കൊടുത്തുള്ളൂ. KL 16, ബാക്കി നമ്പർ അതുപോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒരു ക്യാപ്ച എന്ന് പറയുന്നത് താഴെ കാണുന്ന ആ ഒരു കോഡ് അതുപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ താഴെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ ആ നമ്പർ അവിടെ നിന്നും കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അത് എഴുതിയെടുക്കുക. വീണ്ടും പുറകിലത്തെ പേജിലേക്ക് വന്ന ശേഷം ലൈസൻസ് മെനു, അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് എന്നുള്ളത് എടുക്കുക. നേരത്തെ കോപ്പി ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിനകത്തേക്ക് OTP കോഡ് വന്നിട്ടുണ്ടായിരിക്കും. OTP കോഡ് അവിടെ നൽകുക. ഇവിടെ PVC കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് DL പ്രിന്റ് എന്നുള്ളത് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകിൽ ഫോണിനകത്ത് ഇത്തരത്തിൽ ഒരു ഫയലായിട്ട് സൂക്ഷിക്കാവുന്നതാണ്, ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഈ ഒരു ഫയല് നിങ്ങൾക്ക് PVC കാർഡായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് ഫോൾഡറിനകത്തേക്ക് ഇത് സേവ് ആയിട്ടുണ്ടാകും. സെൻഡ് ഫയൽ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ്, ഇമെയിൽ മുതലായവയിലൂടെ ഇത് സെൻഡ് ചെയ്യാനും സാധിക്കും. PVC പ്രിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് PVC ആയിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പല അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ ഇത്തരത്തിൽ PVC പ്രിന്റ്